സത്യത്തിൽ ഈ സിനിമ ആദ്യം കൺസീവ് ചെയ്യപ്പെടുമ്പോൾ സച്ചി എന്നോട് ഈ സിനിമയെ കുറിച്ച് ആദ്യം പറയുമ്പോൾ പുഷ്പ റിലീസ് ചെയ്തിട്ടില്ല. പുഷ്പ പാർട്ട് 1 പോലും റിലീസായിട്ടില്ല. അപ്പൊ അന്ന് ഇതുപോലെ മറ്റൊരു ചന്ദന കള്ളക്കടത്തുകാരന്റെ സിനിമ തെലുങ്കിൽ നിന്ന് സംഭവിക്കുന്നുണ്ടെന്നും അതിങ്ങനെ ഒരു നേഷൻ വൈഡ് ഒരു ഫിനോമിനായി മാറുമെന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. നിർഭാഗ്യവശാൽ ഇതിന്റെ ഒരു യാത്രയുടെ പര്യവസാനം വിലായത്ത് ബുദ്ധയുടെ ഷൂട്ടിംഗ് തീരാറായപ്പോ പുഷ്പ 1ഉം 2ഉം റിലീസായി. പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ത്യ എമ്പാടും ഒരു വലിയ റേജായി മാറിക്കഴിഞ്ഞു. അപ്പൊ അത് ഞങ്ങൾ അക്നോളജ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതായത് സ്വാഭാവികമായിട്ടും വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് അറിവില്ലാത്തവർ ഇതിന്റെ ഒരു ടീസറോ ട്രെയിലറോ കാണുമ്പോൾ ഇത് പുഷ്പ പോലെയാണോ എന്ന് അവർക്ക് തോന്നും. ഞങ്ങളും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നുള്ളൊരു അക്നോളജ്മെന്റ് മാത്രമാണ്. സത്യത്തിൽ അത് ഒരു പ്രോമോയ്ക്ക് വേണ്ടി എടുത്ത ഡയലോഗ് പോലെയാണ്. സിനിമയിൽ ആ ഡയലോഗ് ഉണ്ടാവില്ല. ചിലപ്പോൾ ഇത്തരത്തിലൊരു സിനിമാ ആവിഷ്കരണം ഉണ്ടെന്നും അങ്ങനെ ചന്ദനക്കള്ളക്കടത്തിനെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് അത്തരത്തിലൊരു വലിയ നായക സങ്കല്പം സിനിമയിൽ ഉണ്ടെന്നുമുള്ള കാര്യം ഞങ്ങളായിട്ട് തന്നെ അക്നോളജ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. കഥാപാത്ര സൃഷ്ടിയിലും കഥയിലും ഈ ക്യാരക്ടറിന്റെ ഒരു നേച്ചറിലും അങ്ങനെ ഒരു സിമിലാരിറ്റി ഇല്ല. അത് ഇല്ല. ഞാനായിട്ട് സിമിലാരിറ്റി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അത് എന്റെ സ്ക്രിപ്റ്റിംഗിലും കൺസെപ്ഷനിലും ഒക്കെ തന്നെ ടോട്ടലി ഡിഫറെന്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത്.